ഹലോ സ്റ്റുഡൻസ്, ഇനി നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലാസ്റ്റ് ടൈപ്പ് പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ഫിറ്റിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് പഠിച്ചു, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് പഠിച്ചു. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെയും ഫിറ്റിംഗ് പഠിക്കണം. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇതിൻ്റെ പാരാമീറ്റേഴ്സും രണ്ടും നമ്മൾ കണ്ടെത്തണം. നമുക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? മ്യൂവും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ സ്റ്റെപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫിറ്റ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടു ദി ഫോളോയിങ് ഡാറ്റ. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തരിക. കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് കണ്ടിന്യൂസ് വാല്യൂസ് മാർക്ക് ചെയ്യുന്നതും അതിൻ്റേതായിട്ടുള്ള ഫ്രീക്വൻസീസും. അപ്പോൾ മാർക്കാണ് 10 മുതൽ 20 മാർക്കുള്ള 4 കുട്ടികളുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 20 മുതൽ 30 മാർക്കുള്ള 22 കുട്ടികൾ, 38, 40, 48. അങ്ങനെ നമുക്കൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെ സീരീസ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സീരീസ് കിട്ടിയാൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യണമെങ്കിൽ 2 പാരാമീറ്റേഴ്സും അത്യാവശ്യമാണ്. അല്ല ഏതൊക്കെയാണ്? നമുക്ക് മീനും കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് മീൻ ഏത് ഫോർമുല വെച്ച് ചെയ്യാം? നമുക്കൊരു അസ്യൂംഡ് മീനൊക്കെ എടുത്തിട്ട് A + സിഗ്മ എഫ് ഡി ഡാഷ് ബൈ ക്യാപിറ്റൽ ലെറ്റർ N ഇൻറ്റു C എന്നുള്ള ഫോർമുല വെച്ചിട്ട് മീൻ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് ഏതാ? ഏത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ മീൻ എന്നുള്ള ചാപ്റ്ററിൽ പല മെത്തേഡും പഠിച്ചിട്ടുണ്ട് മീനിന്. അതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, മീൻ എപ്പോഴും സെയിം വാല്യൂ തന്നെ കിട്ടുക ഏത് ഫോർമുല യൂസ് ചെയ്താലും. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ മെത്തേഡിലാണ് മീൻ കണ്ടുപിടിച്ചേക്കണം. നമുക്കൊരു ടേബിൾ വരയ്ക്കണം. ആ ടേബിളിന് 7 കോളം വേണം. അല്ല ആദ്യം നമ്മൾ ഇൻ്റർവെൽസൊക്കെ എഴുതണം. ക്ലാസ് മാർക്ക് എങ്ങനെയൊക്കെ എഴുതുക? 10 to 20, 20 to 30, 30 to 40 തന്നിട്ടല്ല ക്ലാസ് ഇൻ്റർവെൽസിൻ്റെയും ആ മാർക്സൊക്കെ എഴുതുക. അതിന് ശേഷം നമ്മുടെ ഫ്രീക്വൻസി 4, 22, 48, 66, 40, 16, 4 താഴത്തേക്ക് എഴുതി. അതാണ് എഫ് ഫ്രീക്വൻസി. അതിൻ്റെ ടോട്ടലാണ് നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ N. അത് 200 ആണ് ടോട്ടൽ ചെയ്യുമ്പോൾ വരിക. അപ്പോൾ അത് എഴുതി വയ്ക്കുക. പിന്നെ കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം? മിഡ് വാല്യൂ, ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ എടുക്കണം. അതിന് നമ്മൾ എക്സ് എന്നാണ് പേര് കൊടുക്കുക. അപ്പോൾ 10ൻ്റെയും 15ൻ്റെയും മിഡ് വാല്യൂ എന്താ? 10 + 20/2 15, 20 + 30/2 25. അങ്ങനെ എല്ലാത്തിൻ്റെയും മിഡ് വാല്യൂസ് എടുക്കുക. 35, 45, 55, 65, 75. ഇനി നമുക്ക് ഇതിന്ന് ഒരു അസ്യൂംഡ് മീൻ എടുക്കണം. അതിന് നമ്മൾ പേര് കൊടുക്കുക ഡി ആണ്. ഓക്കെ, ഞാൻ അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റായിട്ട് ഡി ചെയ്തിട്ടില്ല, അവർ ഡി ചെയ്യാണ്ട് ഡി ഡാഷാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും എൻഡിൽ ഞാൻ ഡി എഴുതി വെച്ചിട്ടുണ്ട്. 45 നമ്മൾ നമ്മുടെ അസ്യൂംഡ് മെയിൻ എടുക്കണം അല്ലേ. അപ്പോൾ എക്സ് മൈനസ് എ ആണ് നമ്മുടെ ഫോർമുല വരിക. 45 ഞാനൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇട്ടിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട? ഓരോ എക്സ് വാല്യൂസും എയിൽ നിന്ന് ലെസ് ചെയ്യണം. 15. അപ്പോൾ ആദ്യത്തെ സീരീസ് എങ്ങനെ വരിക? 15 - 45 - 30, 25 - 45 - 20. ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. 35 - 45, 45 - 45 വരുമ്പോൾ 0 വരും. അങ്ങനെ അപ്പോൾ ആദ്യമൊക്കെ മൈനസ് ഫിഗേഴ്സ് വരും, താഴത്തേക്ക് +10, 20, 30 എന്ന് വരും. ഇതിന് എല്ലാത്തിനും കോമൺ ആയിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് -3 ഡി ഡാഷ് എന്നുള്ളത് -3, -2, -1, 0, 1, 2, 3 എന്നുള്ള വാല്യൂസ് കിട്ടും. ഇനി എഫും ഡിയും ഡി ഡാഷും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × -3, 22 × -4, 48 × -1. അങ്ങനെ എഫ് ഡി ഡാഷ് എന്നുള്ള കോളത്തിൻ്റെ വാല്യൂസ് എഴുതി വയ്ക്കുക. അതുപോലെ എഫ് ഡി ഡാഷ് സ്ക്വയറും നമ്മൾ കണ്ടുവയ്ക്കുക. അപ്പോൾ 312 അതിൻ്റെ ടോട്ടൽ കിട്ടും. നമുക്ക് മീൻ ഈ ഫോർമുല വെച്ച് ചെയ്യാം. A + സിഗ്മ എഫ് ഡി ഡാഷ് ബൈ N ഇൻറ്റു C. എ എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണ്. സിഗ്മ എഫ് ഡി ഡാഷ് -20 ബൈ ക്യാപിറ്റൽ ലെറ്റർ N 200 ഇൻറ്റു ക്ലാസ് ഇൻ്റർവെൽ 10. അപ്പോൾ നമുക്ക് 44 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എത്രയാണ്? 44. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനും പല ഫോർമുല ഉണ്ട്. ഇവിടെ നമ്മൾ സിഗ്മ എഫ് ഡി ഡാഷ് ബൈ N - സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ബൈ N, എഫ് ഡി ഡാഷ് ബൈ N ഹോൾ സ്ക്വയർ അല്ലേ. നമ്മൾ അല്ലെങ്കിൽ മുമ്പ് വെറും ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ നമ്മൾ സിഗ്മ എക്സ് ബൈ N - സിഗ്മ എക്സ് ബൈ N ഹോൾ സ്ക്വയർ ചെയ്യും. ഇവിടെ ഇത്രയും ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് നമ്മൾ എഫ് ഡി ഡാഷാണ് എടുക്കുന്നത് ഇൻറ്റു 10. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അങ്ങനെ 12.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീൻ 44ഉം കിട്ടിയിട്ടുണ്ട്. ഇനി താഴെ എഴുതിയ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇതാണ് ശരിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടേ ഇല്ല, കാരണം അത് അത്രയും ബുദ്ധിമുട്ടുള്ളതാണ്. ഈ ഫോർമുല ഒന്നും നമുക്ക് ചെയ്യേണ്ട. നമുക്ക് വെറുതെ Z = x - μ/സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടാൽ മതി. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോട്ടിൽ എഴുതണ്ട കേട്ടോ.
ഈ ഡെൻസിറ്റി ഫംഗ്ഷൻ ചെയ്യേണ്ട, പകരം നമ്മൾ പഠിച്ച ഫോർമുല എഴുതേണ്ടത് z is equal to x minus mu by സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നമ്മൾ വേറെ ഒരു ടേബിൾ എഴുതണം. ആ ടേബിളിലാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സിമ്പിളായിരുന്നു. 0, 1, 2, 3 ആ നമ്പേഴ്സ് എഴുതുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല എഴുതുക, അതിനെ ക്യാപിറ്റൽ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ അതുതന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ ആദ്യം ആ വാല്യൂസ് എഴുതണം, രണ്ടാമത്തെ കോളം ഫോർമുല എഴുതണം, z ഈക്വൽ ടു എന്നുള്ള ഫോർമുല എഴുതണം. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ആ z വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ടേബിൾ വാല്യൂസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ടേബിൾ വാല്യൂസിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടാണ് ക്യാപിറ്റൽ ലെറ്റർ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 കോളത്തിൽ കൂടുതലുണ്ടെന്ന് അർത്ഥം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓരോ കോളം ചെയ്യാന്നുള്ളത്. ആദ്യം നമ്മൾ ക്ലാസ് ലിമിറ്റ്സ് ആണ് എഴുതേണ്ടത്. ഓരോ എക്സ് എന്നാണ് അതിന് പേര് കൊടുത്തു. ക്ലാസ് ലിമിറ്റ് നമ്മൾ തുടങ്ങുന്നത് 10 എന്നാണ്. നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലിമിറ്റ് 20, 30, 40, 50, 60, 70, 80. അത് 10 മുതൽ 80 വരെയാണ് നമ്മുടെ മാർക്കുകളുള്ളത്. അത് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കോളം നമ്മുടെ ഫോർമുലയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ z is equal to x minus mu by സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എക്സ് എന്ന് മ്യൂ നമുക്ക് 44 കിട്ടിയിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12.5 കിട്ടിയിട്ടുണ്ട്. ഓരോ എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ വാല്യൂസ് ഉണ്ടല്ലോ 10ൻ്റെ അവിടെയും അതുപോലെ 80യുടെ അവിടെയും നമ്മൾ നില്ലാണ് ഇട്ട് കൊടുക്കുക. കാരണം നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽസ് തുടങ്ങണുള്ളതും അവസാനിക്കുന്നതും അവിടെ നമ്മൾ വാല്യൂസ് എഴുതാറില്ല. രണ്ടാമത്തെ ക്ലാസ് ലിമിറ്റ് 20 ആകുമ്പോൾ 20 മൈനസ് 44 മൈനസ് 12 ഡിവൈഡഡ് ബൈ 12.5 എന്ന് ചെയ്യുമ്പോൾ 20 മൈനസ് 44 അല്ലേ, അപ്പോൾ മൈനസ് വാല്യൂ ആണ് വരിക. നമ്മുടെ ഗ്രാഫിലാണെങ്കിൽ മൈനസ് 1.92 എന്നുള്ള വാല്യൂ വരും. അപ്പോൾ മൈനസ് 1.92 എന്ന് എഴുതാം. ഇനി 30 മൈനസ് 44 ഡിവൈഡഡ് ബൈ 12.5 ആകുമ്പോൾ മൈനസ് 1.12. അങ്ങനെ ഓരോ എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഫസ്റ്റ് കോളത്തിലുള്ള വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ കോളം നമ്മൾ നില്ലിടും, അവസാനത്തെ കോളം നമ്മൾ നില്ലിടും. അങ്ങനെ 40 ആകുമ്പോൾ മൈനസ് 0.42, 50 ആകുമ്പോൾ എന്താ വരിക, 50 മൈനസ് 44 വരുമ്പോൾ പോസിറ്റീവാണ്, അപ്പോൾ 0.48, 60 ആകുമ്പോഴും പ്ലസ് 1.28, 70 ആകുമ്പോൾ പ്ലസ് 2.08, 80 നമ്മൾ എഴുതില്ല. ഇനി നമ്മൾ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റിൻ്റെ ഏരിയ 10ൻ്റെ ഏരിയ 10 ആണ് തുടക്കം, അപ്പോൾ അത് 0.5 എന്നാണ് ഉണ്ടാവുക. 80ൻ്റെ ഏരിയ നോക്കിയാൽ ലാസ്റ്റ് അതും 0.5 ആണ്. ഇനി 1.92ൻ്റെ നിങ്ങളുടെ ടേബിളിൽ നോക്കിയിട്ട് അതിൻ്റെ ഏരിയ എത്രയെന്ന് കണ്ടുപിടിക്കുക. 1.92ൻ്റെ ടേബിൾ വാല്യൂ 0.4726 ആണ്. 1.12ൻ്റെ ടേബിൾ വാല്യൂ 0.3672 ആണ്. അങ്ങനെ ഓരോന്നിൻ്റെയും ടേബിൾ വാല്യൂ നിങ്ങൾ എഴുതി വയ്ക്കുക. 0.1255, 0.1844 അങ്ങനെ കിട്ടും. ഏറ്റവും അവസാനം 80ൻ്റെ നേരെ മാത്രം 0.5 എഴുതും. ഇനി നമ്മൾ ഏരിയ ഫോർ ഇൻ്റർവെൽ എന്നാണ് എഴുതുന്നത് പി ഓഫ് എക്സ്. അതായത് ഫസ്റ്റ് വാല്യൂ നമ്മൾ നില്ലാണ് ഇടുക, ലാസ്റ്റ് വാല്യൂ ഹൈഫൺ ഇട്ടേക്കുന്നത് കണ്ട, അവിടെ മാത്രം ഇൻ്റർവെൽ ഉണ്ടാവില്ല. രണ്ടാമത്തെ ആ വാല്യൂ 0.0274 എങ്ങനെയാണ് കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 മൈനസ് 0.4726 അതിൻ്റെ ഡിഫറൻസാണ് ആ ഏരിയ ഫോർ ഇൻ്റർവെൽ. ഓക്കെ, അടുത്തത് 0.1040 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4726ൻ്റെയും 0.3686ൻ്റെയും ഡിഫറൻസാണ്. ഇനി 0.2431 എന്ന് പറഞ്ഞാൽ 0.3686ൻ്റെയും 0.1255ൻ്റെയും ഡിഫറൻസാണ് 0.2431. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം അടുത്തതിൻ്റെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ കോളം നോക്കിയേ, -32 പ്ലസ് 48 അവിടെ വരുമ്പോൾ 0.1255ഉം 0.1844ഉം പ്ലസ് ചെയ്യണം. അതാണ് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് പ്ലസ് ചെയ്തേക്കുന്നുണ്ടല്ലേ, അപ്പോഴാണ് ആ ഏരിയ ശരിക്കും കിട്ടുക. അതാണ് 0.3099. ഇവിടെ മാത്രമേ പ്ലസ് ചെയ്യണ്ടൂ, ബാക്കിയുള്ള വാല്യൂസ് ബാക്കിയുള്ള ഇടത്തൊക്കെ നിങ്ങൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. അടുത്ത 0.2153 കിട്ടുക 0.3997 മൈനസ് 0.1844. അതുപോലെ 0.4812 0.3997 മൈനസ് ചെയ്യുക, 0.5 0.4812 മൈനസ് ചെയ്യുക. ഇതൊക്കെ മൈനസ് ചെയ്യുമ്പോൾ ഏരിയ ഫോർ ദി ഇൻ്റർവെൽസ് രണ്ട് വാല്യൂവിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് ഉള്ള ഏരിയകൾ നിങ്ങൾക്ക് കിട്ടും. ഈ കിട്ടുന്ന വാല്യൂസിനെയാണ് നമ്മൾ തിയറട്ടിക്കൽ നമ്മളെ ക്യാപിറ്റൽ ലെറ്റർ N ആയിട്ടുള്ള 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
പി ഓഫ് എക്സിനെ ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയ ക്വസ്റ്റ്യനിൽ 200 തന്നെയാണ് ക്യാപിറ്റൽ ലെറ്റർ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂസ് കിട്ടും. ഇങ്ങനെയാണ് ഫിറ്റിംഗ് ബൈനോമിയൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. അപ്പോൾ യൂഷ്വലി പോസോണിനേക്കാളും ബൈനോമിയലിനേക്കാളും ഒക്കെ ബുദ്ധിമുട്ടാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ടെക്സ്റ്റിൽ 2 പ്രോബ്ലമാണ് ആകെ സോൾവ് ചെയ്തേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിറ്റ് എ നോർമൽ കർവ് ടു ദി ഫോളോയിങ് ഡാറ്റ. ക്ലാസ് ഇൻ്റർവെൽ 5 to 9, 10 to 14, 15 to 19, 20 to 24, 25 to 29 അങ്ങനെയാണ് ക്ലാസ് ഇൻ്റർവെൽ തന്നിരിക്കുന്നത്. അതിൻ്റെ നേർക്ക് അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ട് 10, 22, 40, 21, 7 അങ്ങനെ. ഇനി നമുക്ക് ഫിറ്റ് നോർമൽ കർവ് എന്നാണ് പറയുന്നത്. ഫിറ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആദ്യം കണ്ടുപിടിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ടേബിളിലോട്ട് പോവുക. അപ്പോൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ക്ലാസ് ഇൻ്റർവെൽസിനെ നമ്മൾ യൂണിഫോം ആക്കണം. എങ്ങനെയാണ് 5.5 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. -5 കൊണ്ട് പ്ലസ്സും ചെയ്യുക, 5ൻ്റെ 0.5 കൊണ്ട് പ്ലസ് ചെയ്യുക, 9നെയും 0.5നെ പ്ലസ് ചെയ്യുക ആദ്യത്തെ. രണ്ടാമത്തെ 10ഉം 14 ആകുമ്പോൾ 10നെ 0.5 മൈനസ് ചെയ്യുക, അത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് 5 to 9 അത് കഴിഞ്ഞാൽ 10 എന്നുള്ള വാല്യൂ നിന്നാണ് നെക്സ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ അത് യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ട് 5.5 to 9.5, 9.5 to 14.5, 14.5 to 19.5 അങ്ങനെ നമ്മളത് പിന്നെ യൂണിഫോം ആക്കും. അതിനുശേഷം അതിൻ്റെ ഫ്രീക്വൻസി 10, 22, 40, 21, 7 അങ്ങനെ എഴുതും. അതിൻ്റെ ടോട്ടലാണ് 100. ഇനി ഇതിൻ്റെ മിഡ് വാല്യൂ എടുക്കണം നിങ്ങൾ. അത് പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7, 12, 17, 22, 27 എന്നുള്ള മിഡ് വാല്യൂസ് കിട്ടും. ഇനി എന്ത് ചെയ്യണം, അതിന്ന് നമ്മൾ ഡി കണ്ടുപിടിക്കണം. നമ്മൾ അസ്യൂംഡ് മീൻ 17 ആയിട്ട് എടുക്കുക. അപ്പോൾ 7 - 17 - 10, 12 - 17 - 5. ഏറ്റവും ലാസ്റ്റ് കോളട്ടാ ഞാൻ ഡി എഴുതിയിട്ടുണ്ട്. 17 - 17 0, 22 - 17 5, 27 - 17 10 അങ്ങനെ ഡി എടുത്തു. ഇനി ഡീനെ നമ്മൾ എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് എല്ലാத்தைയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -2, -1, 0, 1, 2 എന്ന് കിട്ടും. എന്നിട്ട് എഫ് ഡി ഡാഷ് കാണുന്നു, എഫ് ഡി ഡാഷ് സ്ക്വയറും നമ്മൾ കണ്ടുവയ്ക്കുന്നു. അതിൻ്റെ ടോട്ടൽ എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ മീൻ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമുലയിൽ മീൻ കണ്ടുള്ളൂ. 16.65 എന്നുള്ള മീനും കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5.25 കിട്ടും. അപ്പം നമുക്ക് സെഡ് കണ്ടുപിടിക്കാൻ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് വേണ്ടത്. ക്ലാസ് ലിമിറ്റ് എഴുതുമ്പോൾ നമുക്ക് നിങ്ങൾ ആദ്യം 5.5 ക്ലാസ് ലിമിറ്റ് വേണമെങ്കിൽ എഴുതിക്കോളൂ, അത് വിരോധമില്ല. 5.5 എഴുതാം, 9.5, 14.4, 24.5 അതുപോലെ 29.5 എഴുതാം. സെഡ് വാല്യൂസ് എഴുതുമ്പോൾ ആദ്യത്തെ വാല്യൂ നില്ലിടും, അവസാനത്തെ വാല്യൂ നില്ലിടും. എന്നിട്ട് 9.5ൻ്റെ എന്ത് ചെയ്യണം, 9.5 ആണ് നമ്മുടെ എക്സ് എങ്കിൽ സെഡ് വാല്യൂ കണ്ടുപിടിക്കുക. സെഡ് ഈസ് ഈക്വൽ ടു 9.5 - 16.65 / 5.25. അപ്പോൾ നിങ്ങൾക്ക് സെഡ് -1.26 കിട്ടും. അതുപോലെ അടുത്തതിൻ്റെ -0.22 കിട്ടും, 0.54, 1.50 അങ്ങനെ സെഡ് വാല്യൂസ് കിട്ടും. ഇനി ഇതിൻ്റെ ഏരിയ ഫ്രം ദ ടേബിൾ ആദ്യത്തെയും 0.5 എഴുതും നമ്മൾ, അവസാനത്തെയും 0.5 ആണ്. കാരണം 2 വാല്യൂസും ആ കർവിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും കിടക്കുന്നതാണ്. അപ്പോൾ ഒരു കർവിനെ നമുക്ക് 2ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ ടോട്ടൽ വാല്യൂ 0.5 ആണെന്നറിയാം. അപ്പോൾ 0 മുതൽ ഈ തുടക്കം വരെയുള്ള വാല്യൂ എത്രയാണ്, 0.5 ആണ്. അതാണ് ഏരിയ 0.5 എന്ന് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റേ സൈഡിലും 29.5 വരെയാണ് നമ്മൾ കണ്ടിന്യൂസ് വാല്യൂസ് പോണത്. അപ്പോൾ 29.0 മുതൽ ആ 29.5 വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. അതാണ് മേലെയും താഴെയും 0.5 ചെയ്തേക്കുന്നത്. ഇനി 1.36ൻ്റെ ടേബിൾ വാല്യൂ, 0.22ൻ്റെ ടേബിൾ വാല്യൂ, എല്ലാത്തിൻ്റെയും ടേബിൾ വാല്യൂ എഴുതാം. ഇനി ഏരിയ ഫോർ ക്ലാസ്സസ് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം നമ്മൾ അല്ലേ. 0.5 നിന്ന് 0.4131 ലെസ് ചെയ്യുക. എവിടെ എത്തുമ്പോഴാണ് പ്ലസ് ചെയ്യേണ്ടത്, 0.0871 0.2054 അവിടെ എത്തുമ്പോൾ അത് രണ്ടും പ്ലസ് ചെയ്യണം. കാരണം ഒരു മൈനസും ഒരു പ്ലസ്സും ആണ്. അത് പ്ലസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 2925 എന്ന് വരും. പിന്നെ വീണ്ടും 0.4322 നിന്ന് 0.2054 ലെസ് ചെയ്യുക. 0.5 നിന്ന് 0.4322 ലെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏരിയ ഫോർ ക്ലാസ് ഇൻ്റർവെൽസ് കിട്ടും. അതിനെ ക്യാപിറ്റൽ ലെറ്റർ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്തെന്ന് കിട്ടുക, നമ്മുടെ തിയറിറ്റിക്കൽ ഫ്രീക്വൻസീസ് കിട്ടുക. അപ്പോൾ ഇത് വലിയ പ്രോബ്ലമാണ്. നല്ലോണം മനസ്സിരുത്തി വായിച്ച് 2 പ്രാവശ്യമൊക്കെ കേട്ട് എഴുതിയിട്ട് വേണം പഠിക്കാൻ.
2 പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ട് തരുള്ളൂ. അപ്പോൾ ഇന്നത്ര മതി. ഞാൻ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കൂടുതൽ സമ്മ് അടുത്തൊരു ദിവസം തരാം. അത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സും കൂടിയേ ഉള്ളൂ, ടൈം സീരീസും ഇൻഡെക്സ് നമ്പേഴ്സും. താങ്ക് യു ചിൽഡ്രൻ.